വാഴക്കാട് GHSS സ്കൂളിൽ NSS യൂണിറ്റിന്റെ ഹരിതം പദ്ധതിയുടെ ഭാഗമായി തയ്യാറാക്കിയ പച്ചക്കറിത്തോട്ടത്തിൽ വിളവെടുപ്പ് നടത്തി. വിളവെടുപ്പുത്സവം പ്രിൻസിപ്പൽ N. അബ്ദുൽ നാസർ ഉദ്ഘാടനം ചെയ്തു. കൂടാതെ ശലഭോദ്യാനം നിർമ്മിച്ച് സ്കൂളുകൾക്ക് തന്നെ മാതൃകയാവുകയാണ് വാഴക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ. പരിപാടിയിൽ പ്രോഗ്രാം ഓഫീസർ വിനീഷ്, സൗഹൃദം ക്ലബ് കോർഡിനേറ്റർ MN ശ്രീജ, സ്റ്റാഫ് സെക്രട്ടറി AM മുഹമ്മദ് ബഷീർ, KP അബ്ദുൽ ഹമീദ്, NSS വിദ്യാർത്ഥികൾ എന്നിവരും സംബന്ധിച്ചു. വാഴക്കാട് കൃഷിഭവന്റെയും PTA കമ്മിറ്റിയുടെയും സ്റ്റാഫ് കൗൺസിലിന്റെയും അകമഴിഞ്ഞ പിന്തുണയിലാണ് കൃഷിത്തോട്ടവും ശലഭോദ്യാനവും തയ്യാറാക്കിയത്. പ്രിയ സുഹൃത്തുക്കളെ, ഈ വർഷം GHSS വാഴക്കാട് സ്കൂളിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ ധാരാളം പച്ചക്കറികൾ കൃഷി ചെയ്യുന്ന ഒരു സമീപനം ഉണ്ടായിട്ടുണ്ട്. ഇതിനുവേണ്ടി നമ്മുടെ സ്കൂളിലെ പ്രത്യേക ഫോഴ്സുകളാണ് നേതൃത്വം നൽകിയത്. ഹയർ സെക്കൻഡറി സ്കൂളിൽ വിളവെടുപ്പിനും കൃഷി ചെയ്ത് അത് ദിവസേന നനക്കാനും നമ്മുടെ NSS കുട്ടികളുടെ നേതൃത്വത്തിൽ ധാരാളം പച്ചക്കറികൾ ഈ വർഷം നമുക്ക് വിളവെടുക്കാൻ സാധിച്ചു. നമ്മുടെ സ്കൂളിൽ തുടർന്നു വരുന്ന ഈ സമ്പ്രദായം ഒരു വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടിയായിട്ട് കൊണ്ടാടാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ അധ്യാപകരെയും കുട്ടികളെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. ഞാൻ ശ്രീജ, വാഴക്കാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സൗഹൃദ കോർഡിനേറ്ററാണ്, കൊമേഴ്സ് ടീച്ചറുമാണ്. നമ്മൾ കുറച്ച് വർഷങ്ങളായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ സ്ഥലപരിമിതിയാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നേരിട്ടത്. എന്നാലും ഒരു ശലഭോദ്യാനം എന്ന് പറയുന്നത് ഞങ്ങൾ കുറേ കാലമായിട്ട് സ്വപ്നം കണ്ടതായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ വർഷം ചെറിയ രീതിയിൽ ഞങ്ങൾക്ക് തുടങ്ങാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ പൂക്കളൊക്കെ വന്നപ്പോൾ ഈ സീസണിൽ ശലഭങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇനി കുറച്ചും കൂടി നല്ല രീതിയിൽ ഇത് വികസിപ്പിച്ചു കൊണ്ടുപോകണം. ഇപ്പോൾ ഞങ്ങൾ സൗഹൃദ ക്ലബ്ബും NSS കുട്ടികളും ചേർന്നിട്ടാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത്യാവശ്യം ഈ ലെവലിലെത്തിയ സമയത്ത് എനിക്ക് നല്ല സന്തോഷം തോന്നുന്നു. ഞാൻ മുഹമ്മദ് ബഷീർ, നമ്മുടെ വാഴക്കാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റാഫ് സെക്രട്ടറിയാണ്. അതുപോലെ ഇവിടുത്തെ സമൂഹശാസ്ത്ര അധ്യാപകനും കൂടിയാണ്. നമുക്കറിയാം, നമ്മുടെ സമീപപ്രദേശത്ത് ഏറ്റവും കൂടുതൽ ബാച്ചുള്ള ഒരു ഹയർ സെക്കൻഡറി സ്കൂളാണ് വാഴക്കാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ. അതുകൊണ്ട് തന്നെ ഈ കൗമാരക്കാരായ ഇത്രയും കുട്ടികളെ നമ്മൾ ഈ ഒരു ക്യാമ്പസിൽ ഒരുമിച്ച് ഉൾക്കൊള്ളുമ്പോൾ അവരുടെ ഊർജ്ജസ്വലതയും അവരുടെ എനർജിയും ഒക്കെ വളരെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ സ്കൂളുകളിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷം നമ്മൾ ഈ ജൈവ പച്ചക്കറി പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ വിളവെടുപ്പായിരുന്നു ഇന്ന്. ഇത് കൂടാതെ തന്നെ ഒട്ടനേകം കുട്ടികൾക്ക് പ്രയോജനപ്പെടുന്ന അവരുടെ ഈ കൗമാര ഈ യുവത്വത്തിൽ അവരുടെ ആരോഗ്യത്തെയും യൗവനത്തെയും ഒക്കെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ക്ലബ്ബുകൾ, അതുപോലെ തന്നെ NSS, അതുപോലെ തന്നെ ഹരിത ക്ലബ്ബുകൾ, സ്കൗട്ട് ആൻഡ് ഗൈഡ് പോലെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. GHSS വാഴക്കാടിൻ്റെ പച്ചക്കറി കൃഷിയാണ് നിങ്ങൾ കാണുന്നത്. വിഷരഹിതമായ പച്ചക്കറി കൃഷി NSS വിദ്യാർത്ഥികൾ +1 +2 NSS വിദ്യാർത്ഥികളാണ് ഈ കൃഷി നടത്തിയത്. ഒരുപാട് മാസത്തെ കഷ്ടപ്പാടിനൊടുവിൽ നല്ലൊരു വിളവ് എടുത്തു കഴിഞ്ഞു. ഇത് ഞങ്ങൾ നല്ല രീതിയിൽ വിഷമില്ലാത്ത പച്ചക്കറി ആയതുകൊണ്ട് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. GHS വാഴക്കാടിൻ്റെ NSS വളണ്ടിയർമാരുടെ കീഴിൽ എന്ന പദ്ധതിയുടെ കീഴിലാണ് ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ പ്രോഗ്രാം ഞങ്ങൾ വഴുതനയും മുളകുമാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത്. അത് ഇന്ന് വിളവെടുപ്പ് ചെയ്തിരിക്കുന്നു. വാഴക്കാട് +2 NSS വിദ്യാർത്ഥികളാണ് ഇതിൻ്റെ നേതൃത്വത്തിൽ. 23 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൽസലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. NSSൻ്റെ വാഴക്കാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രോഗ്രാം ഓഫീസറാണ്. ഞങ്ങൾ ഈ വർഷം ഹരിതം പദ്ധതിയുടെ ഭാഗമായി പച്ചക്കറി കൃഷി നടത്തുകയായിരുന്നു. വിദ്യാർത്ഥികളെ വിവിധ ഗ്രൂപ്പുകളായി തിരിച്ച് നിത്യേന ചുമതലകൾ നൽകിയാണ് കൃഷി നടത്തിയത്. ശനിയാഴ്ചകളിലും ഞായറാഴ്ചകളിലുമൊക്കെ അവധി ദിവസങ്ങളിൽ കുട്ടികൾ വന്നാണ് പച്ചക്കറി കൃഷി പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കിയിട്ടുള്ളത്. വാഴക്കാട് ഹയർ സെക്കൻഡറി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം പുതിയ കെട്ടിടങ്ങൾ വന്നതോടുകൂടി സ്ഥലപരിമിതി വലിയ ഒരു പ്രതിസന്ധി തന്നെയായിരുന്നു. സ്ഥലത്ത് ബിൽഡിങ് നിർമ്മിച്ച് അവശിഷ്ടങ്ങളുള്ള സ്ഥലത്ത് മണ്ണ് കൊണ്ടുവന്ന് നിറച്ച് കുട്ടികൾ ആ സ്ഥലം പച്ചക്കറി കൃഷിക്ക് അനുയോജ്യമാക്കി മാറ്റി കൃഷിഭവൻ്റെ സഹകരണത്തോടു കൂടി, ഇവിടുത്തെ അധ്യാപകരുടെ സഹകരണത്തോടു കൂടി പച്ചക്കറി കൃഷി നടത്തുകയായിരുന്നു. പ്രധാനമായും മുളക്, വഴുതന എന്നിവയാണ് കുട്ടികൾ കൃഷി ചെയ്തിട്ടുള്ളത്. നല്ല ആഹ്ലാദകരമായ
നേട്ടമാണ് കുട്ടികൾ കൊയ്തെടുത്തിട്ടുള്ളത്. ഇന്ന് വിളവെടുപ്പ് നടത്തിയപ്പോൾ കുട്ടികളുടെ മുഖത്ത് കാണുന്ന സന്തോഷം അതുതന്നെയാണ് ഈ പദ്ധതിയുടെ വലിയ വിജയമായി ഞങ്ങൾ കാണുന്നത്. സ്കൂളിൽ ക്യാമ്പസിൽ നടത്തുന്ന ഈ പദ്ധതി വീടുകളിലേക്ക് കൂടി വ്യാപിപ്പിക്കാനുള്ള നിർദ്ദേശം വിദ്യാർത്ഥികൾക്ക് നൽകിക്കഴിഞ്ഞിട്ടുണ്ട്. അവിടെ കാർഷിക സംസ്കാരം, മരുന്ന് ഇല്ലാത്ത ഒരു ഭക്ഷണമാണ് ഔഷധമെന്ന തരത്തിലേക്ക് കുട്ടികളുടെ ചിന്താരീതി വളർത്തിയെടുക്കാനും കീടനാശിനിയും രാസവളങ്ങളും ചേർക്കാത്ത ജൈവ ഭക്ഷണം കഴിക്കുന്നതിനോടുകൂടി ആരോഗ്യസമ്പന്നമായ ഒരു ലോകത്തെ സ്വപ്നം കാണുകയും ചെയ്യാനാണ് വിദ്യാർത്ഥികൾക്ക് ഇതിലൂടെ സന്ദേശമായി ലഭിക്കുന്നത്. താങ്ക് യു.